അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. 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 അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. പുട്ടുകുത്തി പുട്ടുകുത്തി കഞ്ഞി വെച്ച് അമ്മായിക്ക് പുട്ടുകുത്തി വട്ടായി പോയി വട്ടായി പോയി. കഞ്ഞി വെച്ച് പുട്ടുകുത്തി 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 കഞ്ഞി വെച്ച് അമ്മായിക്ക് പുട്ടുകുത്തി വട്ടായി പോയി വട്ടായി പോയി. ഹേ കൊച്ചമ്മായി വട്ടായി പോയോ അമ്മായി കരിഞ്ഞീല പലഹാരമാകെ വട്ടായി പോയോ അമ്മായി. കഥ എന്തായി എന്റെ പൊന്നമ്മായി വട്ടായി പോയോ. വേവാതെ പോയി വേവേറിപ്പോയി ചൂടേറിപ്പോയി ചൂടാറിപ്പോയി. വേഗം 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 തോരെ തോരെ വിളമ്പി കൊതി കൊതി കത്തി അടിയടി പറ്റി കടികടി പറ്റി ചടിയടി പറ്റി കൊതി കത്തി അടിപറ്റി കരിപറ്റി ചടിപറ്റി വട്ടായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി ആകെ ക്ഷീണിച്ച് ഞാൻ പോകട്ടോ. അവിടെ നിന്നേ ഇവിടെ നിർത്താക്കെ വെച്ചിട്ടങ്ങ് പോയാ മതി. എന്റെ കയ്യിലേക്ക് ഒന്നുമില്ല അമ്മായി. എന്തോന്ന് ചുമ്മാ ഇരുന്നു. അപ്പൊ എന്റെ പോക്കറ്റിലും കഷത്തിലൊക്കെ വെച്ചങ്ങനെ എടുത്ത് വെച്ചവിടെ. കക്ഷത്തിലോ അമ്മായി? ഇനി എന്നോടൊന്നും ചോദിക്കല്ലേ, ഇത്ര സാധനമേ ഉള്ളൂ, ഞാൻ പോന്ന്. ഇത് നിന്റെ സ്ഥിരം പരിപാടി ആയോണ്ടാ. ആ ഇനി നീ പൊക്കോ. എന്നാ ശരി അമ്മായി. വെക്കണ ദോശമാവ്. എന്റെ പൊന്നമ്മായി ഇന്ന് കാശൊന്നും തടഞ്ഞില്ലേ, ആകെ ദോശമാവ കിട്ടി. ഒന്ന് പോയ അമ്മായി, ഇത് എനിക്ക് ദോശ കൂടാൻ കൊണ്ടുപോയ പോയ പോയി കട നോക്ക്. അമ്മയാ എന്താ അടിപൊളി. താങ്ക് യു. ഹായ് അമ്മായി.
അമ്മായി അമ്മായി അമ്മായിയുടെ രക്ഷയില്ല അമ്മായി. ഒന്നൊന്നര അമ്മായി അമ്മായിയുടെ ഡാൻസ് ഒക്കെ അമ്മായി ഡാൻസറാണ്, RLVയിലെ സ്റ്റുഡന്റ് ആണ്. അതെ, ഇപ്പൊ അല്ല, ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വണ്ടർഫുൾ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ഡാൻസ് ടീച്ചർ. ഓ, ഡാൻസ് ടീച്ചർ. അതാ എന്ത് രസമായിട്ട്. അപ്പൊ ഇത് കൊറിയോഗ്രാഫി ചെയ്തത് അമ്മായിയാണോ? അതെ, അത് ത്രെഡ് കിട്ടിയത് നമ്മുടെ വേറെ സ്ഥലത്താണ്, അത് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് അമ്മായിയാണ്. അമ്മായിക്കാണ്. സൂപ്പർ. എനിക്കൊന്ന് നമ്മള് കണ്ട ഫാമിലി റൗണ്ടുകളിൽ വെച്ച് ഇപ്പോൾ മികച്ചു നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളാണ്. തന്നെ. അടിപൊളി. താങ്ക് യു സർ. ഇനി ഇതൊക്കെ എല്ലാരും കസിൻസാ. മകളെ പറഞ്ഞ് പരിചയപ്പെടുത്തു. അത്ര അനിയത്തി. ഇത് അമ്മയുടെ അനിയത്തി. ആണോ? ഇവിടെ ആദ്യം കൊടുക്ക്. ഹലോ. എന്താ മക്കളെ പേരെന്താ? അമ്മയുടെ അനിയത്തിയുടെ പേരെന്താ? ആത്മിക. ഏത് ക്ലാസ്സിലാ? 2ാം ക്ലാസ്സില്. 2ാം ക്ലാസ്. അനിയത്തി പാടുവോ? പാട്ട് പഠിക്കാൻ സ്റ്റാർട്ട് പഠിച്ചു തുടങ്ങിയുള്ളൂ. ഓക്കെ. ഇനി ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെടുത്ത്. ഇത് എന്റെ അച്ഛന്റെ കസിന്റെ മക്കളെ ഇത് ഒരു ബന്ധം അറിഞ്ഞൂടാലോ ഈ കൊച്ചിനെ. ഇവളുടെ എല്ലാം കയ്യിൽ നിന്ന് പോയി ശനിക്ക. എല്ലാം പറഞ്ഞാൽ അച്ഛന്റെ ഘട്ടത്തിന്റെ എന്ന് പറഞ്ഞ് തുടങ്ങും. ഒന്നും അറിഞ്ഞുകൂടാ. സ്വന്തം കുടുംബക്കാർ ഫാമിലി റൗണ്ടാ. ഫാമിലി റൗണ്ടാ. മോളെ അപമാനിച്ച് വിട്ടെങ്കിൽ അവരങ്ങ് വിട്ടേക്ക്. ഇത് അച്ഛന്റെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ. പറഞ്ഞോ. ഇത് രമ്യാന്റിയുടെ പിള്ളേരാണ്. രമ്യാന്റി അച്ഛന്റെ കസിൻ സിസ്റ്റർ. ഓക്കെ. അച്ഛന്റെ കസിൻ സിസ്റ്ററിന്റെ പിള്ളേരാണ്. ഇത് അനന്യ ചേച്ചിയാണ്. ഞങ്ങള് ഉണ്ണി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഇത് കാർത്തിക ചേച്ചി കാർത്തു എന്ന് വിളിക്കും. ഇത് അനാമിക ചേച്ചി, ഞങ്ങള് പൊന്നൂന്ന് വിളിക്കാം. ഓക്കെ. ഇത് ദേവപ്രിയ ചേച്ചി, ഞാൻ കുഞ്ഞു ചേച്ചി എന്ന് വിളിക്കും. പല പല പേരുകളുണ്ട്. ആണല്ലേ? ദൈവത്തിനെ പോലൊക്കെ ഇഷ്ടം പോലെ പര്യായമുള്ള ഒരാള്. അമ്മയെ എങ്ങനെയാ ആള്? കൊഴപ്പില്ല, പാവാ. അമ്മയാൻ എല്ലാരും എന്താ വിളിക്കണേ? മണിക്കുട്ടി എന്ന് വിളിക്കും. മണിക്കുട്ടി. മണിക്കുട്ടി നിന്ന് ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് സെന്ററിലൊന്ന് നിന്നേ. മണിക്കുട്ടി. മണിക്കുട്ടി വരാൻ കാരണം എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മണിക്കുട്ടൻ എന്നാ. മണിക്കുട്ടന്റെ കുട്ടി മണിക്കുട്ടി. അങ്ങനെ. മണിക്കുട്ടന്റെ കുട്ടി മണിക്കുട്ടി. അപ്പൊ നമുക്ക് ഇനി ഇടയ്ക്ക് അങ്ങനെ വിളിക്കാം അല്ലേ? ഇനി അങ്ങനെ മതി. മണിക്കുട്ടി മതി. മണിക്കുട്ടി ഷെയ്ഡ്സ് ഒക്കെ വെച്ച് വന്നേക്കുക. നിങ്ങൾ എവര് കുടുംബക്കാർ ഒരു എന്താ പറയണ്ട, ഒരു കുടുംബത്തല്ലിനുള്ള ആളുണ്ട് എങ്കിലും അവര് മനോഹരമായിട്ട് ചെയ്തു. ബ്യൂട്ടിഫുൾ. അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ, എൻ്റെ വക സ്പെഷ്യൽ കൈതി. അതുപോലെ മോൾ, എനിക്ക് ഞാൻ പേടിച്ച ഒരു കാര്യം, നീ പാൻറ്റിന്റെ പോക്കറ്റിൽ എന്തോ മൈക്ക് വെച്ചിട്ട് അത് കൃത്യമായിട്ട് എങ്ങനെ കിട്ടി മോടെ കയ്യിൽ? അതൊരിക്കലും കിട്ടേണ്ടതല്ല. അപ്പങ്ങൾ കേൾക്കേണ്ടതല്ല. അത് അടുത്ത വരി തൊട്ടാ അടുത്ത വാക്ക് തൊട്ടാ കേൾക്കേണ്ടത്. മൈക്ക് പോക്കറ്റിൽ കിടക്കുക. അതെന്താണ് എടുക്കാൻ ലേറ്റ് ആയിപ്പോയോ? ഓ, അതൊരു എടുത്തങ്ങ് പാടി കൂളായിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ. എന്നിട്ട് തിരിഞ്ഞു നടന്നപ്പോ ഒട്ട് കേട്ടതുമില്ല. വേറെ എന്തോ അത് കേട്ടതുമില്ല. ഒരു മോളെ കുറച്ചും കൂടെ ഒരു ശക്തി ആവാമെന്ന് തോന്നി പാട്ടിൽ കേട്ടോ. കുറച്ചും കൂടെ ഒരു ആകാമെന്ന് തോന്നി. ഇതൊരു തട്ടുപൊളിപ്പും പാട്ടല്ലേ. ഇതാരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? എഴുതിയത് ഗോപിയുടെ പാട്ടാണ്. ഒരു സമയത്ത് ഇതാ അപ്പോ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ സ്ഥലത്തും. കുറെ സന്തോഷം ഗോപിയുടെ ഒരു പാട്ട് പാടിയതിൽ. പിന്നെ എഴുതിയത് റാഫീഖ് അഹമ്മദ് സാർ. അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല. ഓക്കെ. അടുത്തത് പാടിയത് അന്ന കാതറീന. ഓക്കെ. അപ്പോൾ അതെല്ലാം ആയി. അപ്പം മോളെ എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടെ ആ പാട്ടിൻ്റെ ഒരു ഓളത്തിലേക്ക് ഇറങ്ങാമായിരുന്നു, കുറച്ചും കൂടെ പവർ ആകാമായിരുന്നു തോന്നി കേട്ടോ. അതേ ഉള്ളൂ. പക്ഷേ ഞാൻ കുറേ എൻജോയ് ചെയ്തു. ഇവിടെ ഫാമിലി റൗണ്ടിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്, ഉറപ്പായിട്ടും. മോള് പാട്ട് ഒരു ഇച്ചിരിയും കൂടെ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആക്കാമായിരുന്നു മോളെ കേട്ടാ. അത്രേ ഉള്ളൂ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. അമ്മയാ എന്താ സാർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ദി ബെസ്റ്റ് പെർഫോമൻസ്, ഫാമിലി പെർഫോമൻസ്. കാരണം ഭയങ്കര സിങ്ക് ആയിരുന്നു നിങ്ങൾ എല്ലാവരും തമ്മിൽ. എസ്പെഷ്യലി അവസാനം അമ്മായി വന്നിട്ട് അമ്മായി, കാരണം എന്താണെന്നറിയോ, അത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ വിചാരിച്ചു ഓക്കെ ഇങ്ങനെയൊക്കെ വന്ന്, പക്ഷെ എല്ലാവരും ഒന്നിച്ച് ആ ഡാൻസ് കളിച്ചപ്പോഴുണ്ടല്ലോ എല്ലാവരും നന്നായി കളിച്ചു. എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. പിന്നെ ഓക്കെ, പാട്ടിലേക്ക് വരുമ്പോഴും മോളെ ഞാൻ കണ്ട പ്രോബ്ലം ടെമ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മിസ്സാവുന്നുണ്ടായിരുന്നു. മോള് ടെമ്പോ
കാരണം ഇത് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന പാട്ടാണ്. അപ്പൊ അതിന് ഒത്ത് നമ്മളിങ്ങനെ നിൽക്കണം. ഓഫ് കോഴ്സ് ഡാൻസും പരിപാടികളൊക്കെ യു ഹവ് ഡൺ ഇറ്റ്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ല സിങ്കിലായിരുന്നു. ഇനി ആ ടെൻഷൻ ഉണ്ടായിരുന്നോ, ഡാൻസിന്റെ സ്റ്റെപ്പ് മറന്നു പോകുന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലായിരുന്നു. ഓക്കെ, ആദ്യത്തെ അപ്പത്തിന് കറക്റ്റ് മൈക്ക് പുറത്തു വന്നു. പക്ഷെ പിന്നെ വന്ന അപ്പം അത് ആരും കണ്ടില്ല. പിന്നെ വന്ന അപ്പം കരിഞ്ഞു പോയി. എമ്പാടും തൊട്ടേ കേട്ടുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മോളെ. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ മാർക്ക് ഇടുന്നത് ഓഫ് കോഴ്സ് യെസ് പെർഫോമൻസ് യെസ്, ബട്ട് അതിന്റെ മേലെ ഡെഫിനറ്റ്ലി സിംഗിങ് ആണ്. ഇത് ഒരു ഓളം ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്, നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. അതിന് ഡെഫിനറ്റ്ലി കുഡോസ്, വലിയ കയ്യടി. സിംഗിങ് മാത്രം ഒന്ന് നോക്കാമല്ലേ കേട്ടോ. ഒന്ന് ടെമ്പോയില് കൃത്യമായിട്ട് ലോക്കാവുക, ഇതൊക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാട്ടിന്. കാരണം അങ്ങനെയാണ് എന്നെ ഇത് പാടി വെച്ചേക്കണം. അതുപോലെ ഗോപിച്ചേട്ടൻ്റെ മ്യൂസിക്, റഫീഖാൻ്റെ എഴുത്ത്. എനിക്കും ഈ സിനിമയായിട്ട് ഭയങ്കര ഓർമ്മകളുണ്ട്. എനിക്കൊന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 റൂമിലാണ് 2 പടങ്ങളുടെ വർക്ക്. ഒരു ചെന്നൈയിൽ കാർത്തിക് എന്ന് പറഞ്ഞ ഒരാളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഈ കാർത്തിക്കിന്റെ ഗസ്റ്റ് ഹൗസ് എന്നാണ് അതിന് പറയാം. ഒരു ബ്ലൂ കളറ് വലിയ വീടാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് 2 ബെഡ്റൂമിലായിട്ട് 2 പടങ്ങളുടെ വർക്കാണ് നടക്കണേ. ഒന്ന് ഉസ്താദ് ഹോട്ടൽ, ഒന്ന് തട്ടത്തിമറയത്ത്. അപ്പം നമ്മൾ എപ്പോഴും രാവിലെ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അപ്പൊ അൻവർക്ക ഉണ്ടാവും, ഇവിടെ നമ്മളുണ്ടാവും, വിനീത് ഉണ്ടാവും, ഇപ്പത്തെ ചിലപ്പോൾ ഗോപിച്ചേട്ടൻ ഉണ്ടാവും. എല്ലാരും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ചുറ്റിരുന്നിട്ടാണ് ഒന്നിച്ചിരുന്ന് കഴിക്കണേ. എന്നിട്ട് അവരവരുടെ വഴിക്ക് പോവും. രാത്രി ഡിന്നർ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും തിരിച്ചു വന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ച് പിന്നെ അതാത് റൂമിലേക്ക് പോയി ബാക്കി പണി. അപ്പൊ അതൊരു ഭയങ്കര സുഖമുള്ള രസമുള്ളൊരു ഓർമ്മയാണ്. 2 സിനിമയും അടിപൊളിയായിട്ട് 2 സിനിമയും നന്നായിട്ട് പോയി. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളു മക്കളെ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശ്രീനി സർ, എന്താ പറയാൻ, ഇതൊരു എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. വളരെ ഒരു ഓൾമോസ്റ്റ് പ്രൊഫഷണൽ ലെവലിലാണ് അവര് കാണിച്ചത്. അയ്യോ സമ്മതിച്ചു നിങ്ങൾ, അയ്യോ അമേസിങ്. എന്തൊരു മോഷണം വരെ ഹൈടെക് ആയിരുന്നു. അല്ല, കംപ്ലീറ്റ് ആ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ആക്ടർ ആയിരിക്കും. ആൻഡ് ദെൻ യു സ്റ്റാർട്ടഡ് ഡാൻസിങ്. മൈ ഗോഡ്, അങ്ങനെ ആയിപ്പോയി നമ്മള്. ഓ ഫാന്റാസ്റ്റിക്. പിന്നെയാണ് അറിയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും നിങ്ങളുടെ ക്വാളിറ്റീസും. ബട്ട് എനിക്ക് പറയാനുള്ളത്, അമ്മയുടെ കസിൻസൊക്കെ അസാധ്യമായിരുന്നു. അച്ഛൻ്റെ ഒരു സ്പിരിറ്റ്, ഒരു കോപ്പറേഷൻ ആയിരുന്നു. മൈ ഡോട്ടർ ഇസ് ഇൻ ദിസ് കോമ്പറ്റീഷൻ, അതുകൊണ്ട് ഞാൻ മാക്സിമം ഐ ഹാവ് ടു ഡു ഇറ്റ് എന്നുള്ളൊരു അതൊരു ഭയങ്കരം തന്നെയാണ്. അത് ഈ നിങ്ങളുടെ ഈ ജനറേഷനിൽ ദ സപ്പോർട്ട് ദാറ്റ് യു ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ, അത് ശരിക്കും യുനോ ആ ഒരു സാധനം കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും, അവർക്ക് ഇമോഷണലായിട്ട് എന്തൊരു സ്ട്രോങ് ആവും അവർ. അമേസിങ്. ഗ്രേറ്റ് സർ. താങ്ക് യു സോ മച്ച്. ആൻഡ് അമ്മയ നന്നായി പാടി. യു സാങ് വളരെ കൂളായിട്ട് പാടി, ഒരു പ്രശ്നമില്ലാതെ. ഓക്കെ, ഈ ഒരു പാട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈസി. ചില ചരണത്തിൽ ഒരു ഇതൊക്കെ അല്ല, ഒരു നമ്മൾ ആഡ്ലിബ് പോലത്തെ സാധനങ്ങൾ, ഇറ്റ് ഇസ് നോട്ട് ഒരു ഇംപ്രവൈസേഷൻ പോലത്തെ സാധനങ്ങൾ. യു സാങ് ഇറ്റ് സോ വെൽ. അതായത് എന്ത് പാടിയാലും ഒരു കാഷ്വലായിട്ട് പാടി. സംടൈംസ് അത് വർക്കാവും, സംടൈംസ്. ബട്ട് കുറച്ചും കൂടി ആ ശ്രുതി എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പിച്ച്, കീ മേ ബി അമ്മയുടെ വോയിസിന് കുറച്ചും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ പവർ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബീൻ ഈവൻ ബെറ്റർ. ഐ ഡോണ്ട് നോ വെദർ ഇത് ഒറിജിനൽ ശ്രുതിയാണോ? ഒറിജിനൽ ശ്രുതിയാണ്. അപ്പോൾ മേ ബി ആ ഒരു ഒറിജിനൽ സിംഗറിന് അത് കറക്റ്റ് ആയിരുന്നു കാണും. ഐ ഡോണ്ട് നോ അബൌട്ട് യുവർ വോയിസ് ഓൾവേസ് സെലക്ട് ദ റൈറ്റ് ശ്രുതി ഫോർ യു. ആൻഡ് ദ വയലിൻ വാസ് എക്സ്ട്രോണറി. കലക്കി. ആൻഡ് അതൊക്കെ അവസാനം ഷിനുവും കൂടെ കയറി ആ ഒരു ഗ്ലൈഡ്, അമേസിങ്. ഓ മൈ ഗോഡ്, ഓർക്കസ്ട്ര എന്നായിരുന്നു. ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് അയ്യോ ഭയങ്കര രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിച്ചില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുമായിരുന്നു. ആൻഡ് ടിൽ ദ ക്ലൈമാക്സ് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഐ മീൻ ദ ക്ലൈമാക്സ് വാസ് ഓൾസോ ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് യു വോണ്ട് ടു ട്രൈ ഇറ്റ് ഓൺ എ ഹയർ സ്കെയിൽ. എനിക്ക് അറിഞ്ഞൂടാ, മേ ബി
നേരിയോ ഹയർ കീ നോക്കാം ചുമ്മാ മോൾക്ക് ഒരു ടോണൊന്ന്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി. ഇത് കുറച്ചുകൂടി ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഇച്ചിരി കൂടെ കുറച്ചും കൂടെ നന്നായിരുന്നു കേട്ടോ. സോ മേ ബി ഓൾവേസ് സെലക്ട് ദ റൈറ്റ് കീ. ഓക്കെ സർ. ഓക്കെ ശരത് സർ, യെസ്. മാർക്ക് പ്ലീസ്. മക്കളെ ഞാനൊരു 8 മാർക്ക് തരുന്നു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഞാനൊരു 0.5 കൂടെ കൂട്ടിത്തരാം. 8.5. ഓക്കെ സർ. ശ്രീനി സർ, അത് 8 എന്റെ മനസ്സിലുണ്ടായത്. 0.5 ഫുൾ ഫാമിലിക്ക്. കണ്ടാ, അതുകൊണ്ട് എന്താ 0.5 കിട്ടിയില്ലേ? സോ ടോട്ടൽ 16.5 മാർക്സ്. ഗുഡ്.